ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ബ്രസീലിൻ്റെ മഞ്ഞ ജേഴ്സിയിൽ കളിക്കാൻ വേണ്ടി നെയ്മർ ജൂനിയർ ഇപ്പോൾ ഒരുങ്ങുകയാണ്. അടുത്ത സ്കോട്ട്ലാൻഡിനെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം ഗ്രൂപ്പിനോടൊപ്പം നെയ്മർ ട്രെയിനിങ് നടത്തുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് 11-ൽ നെയ്മർ ഉണ്ടാവാൻ സാധ്യതയില്ല. മത്സരത്തിൻ്റെ അവസാനത്തിൽ കുറച്ച് മിനിറ്റ് നെയ്മർ കളിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആരാധകർ ഉള്ളത്. എന്നാൽ അക്കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ ഒന്നും വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ UOL ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയറെ മറ്റൊരു റോളിൽ ഉപയോഗപ്പെടുത്താനാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ ആലോചിക്കുന്നത് എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത്. സാധാരണ നമ്പർ 10 റോളിൽ കളിക്കുന്ന താരമാണ് നെയ്മർ ജൂനിയർ. എന്നാൽ അദ്ദേഹത്തെ ഫാൾസ് 9 ആയിക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ ആലോചിക്കുന്നു എന്നാണ് ഇവരുടെ കണ്ടെത്തൽ. അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. നെയ്മറെ ഫാൾസ് 9 റോളിൽ ഉപയോഗപ്പെടുത്താനാണ് ആഞ്ചലോട്ടി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതായത് ബ്രസീലിൻ്റെ മെയിൻ അറ്റാക്കിംഗ് റഫറൻസ് അത് നെയ്മർ ആയിരിക്കും. പക്ഷേ നമ്പർ 9 റോളിൽ നെയ്മർ തളച്ചിടപ്പെടില്ല. പിറകിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് കളിക്കാനുള്ള ഒരു ഫ്രീഡം നെയ്മർ ജൂനിയർക്കുണ്ടായിരിക്കും. നെയ്മറെ വിങ്ങർ ആയിക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ കാർലോ ആഞ്ചലോട്ടി ഉദ്ദേശിക്കുന്നില്ല. നമുക്കറിയാം, ബ്രസീലിയൻ ടീമിനകത്ത് നല്ല വേഗതയുള്ള താരമാണ് വിനീഷ്യസ് ജൂനിയർ. അദ്ദേഹത്തിന് സ്പേസ് ഒരുക്കി നൽകുക എന്ന ഒരു റോൾ കൂടി നെയ്മർക്ക് ഉണ്ടായിരിക്കും. നെയ്മർ പിറകിലേക്ക് ഇറങ്ങി വന്ന് കളിക്കുമ്പോൾ വിനിക്ക് ആവശ്യത്തിനുള്ള ഒരു സ്പേസ് അവിടെ ലഭിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. സാധാരണ നമ്പർ 10 റോളിലാണ് നെയ്മറെ പരിശീലകർ ഉപയോഗപ്പെടുത്താറുള്ളത്. പക്ഷേ ആഞ്ചലോട്ടി അതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്നു എന്നാണ് ഈ മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഫാൾസ് 9 റോളിൽ നെയ്മർ ജൂനിയറെ ഉപയോഗപ്പെടുത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നമ്പർ 10 റോളിൽ നെയ്മറെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ മധ്യനിരയിൽ നിന്നും ഒരു താരത്തെ ആഞ്ചലോട്ടിക്ക് ഒഴിവാക്കേണ്ടി വന്നേക്കും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കാം ഇത്തരത്തിൽ ആഞ്ചലോട്ടി ചിന്തിക്കുന്നത്. ഏതായാലും എങ്ങനെയാണ് ആഞ്ചലോട്ടി താരത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. നേരത്തെ ആഞ്ചലോട്ടി നെയ്മറുടെ റോളിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. വിങ്ങറായിക്കൊണ്ട് എന്തായാലും നെയ്മറെ കളിപ്പിക്കില്ല എന്നുള്ളത് ആഞ്ചലോട്ടി പറഞ്ഞിരുന്നു. നമ്പർ 10 റോളിൽ നെയ്മറെ ഉപയോഗപ്പെടുത്തും എന്നായിരുന്നു അന്ന് ആഞ്ചലോട്ടി പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ ഏത് തരത്തിലുള്ള ഒരു മാറ്റമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമാവേണ്ടതുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.